ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശരണ്യ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ MBBS സ്റ്റുഡൻ്റ് ആണ്. എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് MBBS അല്ലെങ്കിൽ BDS കോഴ്സുകൾക്ക് ഗവൺമെൻറ് ആയിക്കോട്ടെ, സെൽഫ് ഫിനാൻസിങ് കോളേജുകളായിക്കോട്ടെ എത്ര രൂപ നമ്മൾ ഫീ കൊടുക്കേണ്ടി വരും, എത്ര രൂപ നമുക്ക് ചിലവാകും എന്നുള്ളത്. സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിലെ MBBS BDS കോഴ്സുകളുടെ ഫീ സ്ട്രക്ചർ സെപ്പറേറ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ MBBS BDS കോഴ്സുകളിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഫീ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ജസ്റ്റ് ട്യൂഷൻ ഫീ മാത്രമല്ല, നമുക്ക് കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടി വരുന്ന എല്ലാ ഫീസിനെ കുറിച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. മാത്രമല്ല വീഡിയോയുടെ അവസാനം നമ്മുടെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര പോലുള്ള സ്റ്റേറ്റുകളിലും ഗവൺമെൻറ് MBBSന് എത്ര ട്യൂഷൻ ഫീ ആവും എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളൊരു ഗവൺമെൻറ് MBBS സീറ്റിലേക്ക് എത്തുന്നത് ഒന്നെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റ് വഴിയായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് അലോട്ട്മെൻറ്റ് വഴിയായിരിക്കും. ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് നമ്മുടെ എയിംസ്, ജിപ്മർ, AFMC, ഡീംഡ് മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അഡ്മിഷനുകളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റിലെയും 15% MBBS BDS സീറ്റുകളെല്ലാം ഫില്ല് ചെയ്യുന്നത് ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റ് വഴിയാണ്. അപ്പോൾ ഈ ഒരു ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിലൂടെയും നമുക്ക് കേരളത്തിലെ ഗവൺമെൻറ് MBBS BDS സീറ്റുകൾ നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റേറ്റ് അലോട്ട്മെൻറ്റ് വഴിയും നമുക്ക് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കും. ഓൾ ഇന്ത്യ കോട്ട വഴിയായാലും സ്റ്റേറ്റ് അലോട്ട്മെൻറ്റ് വഴിയായാലും നമ്മൾ MBBS അല്ലെങ്കിൽ BDSന് ഗവൺമെൻറ് കൊടുക്കുന്ന ആ ഒരു ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. MBBSന്റെ ടോട്ടൽ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5.5 years ആണ്. അതിൽ ആദ്യത്തെ 4.5 years നമ്മൾ പഠിക്കും. അതിനുശേഷമുള്ള 1 year നമ്മുടെ ഹൗസ് സർജൻസി പീരീഡ് ആണ്, ഇന്റേൺഷിപ്പ് എന്ന് പറയും. നമ്മൾ സ്റ്റൈഫൻഡോട് കൂടി ജോലി ചെയ്യണം. ഏകദേശം 28,000 രൂപയോളമാണ് നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നത്. ആദ്യത്തെ 4.5 yearsൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ 1 year ഡ്യൂറേഷൻ ആണ്. അത് കഴിഞ്ഞ് ഫൈനൽ ഇയർ 1.5 year വരുന്നുണ്ട്. ഈ ഒരു 4 വർഷത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്നത് ഫസ്റ്റ് ഇയറിലാണ്. കാരണം അഡ്മിഷൻ റിലേറ്റഡ് നമുക്ക് കുറച്ചധികം ഫീയും കാര്യങ്ങളും കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഗവൺമെൻറ്റിലായത് കൊണ്ടിട്ട് നമ്മൾ ഫീ കൊടുക്കേണ്ടി വരില്ല, അങ്ങനെയൊന്നും അല്ല. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിലെ ഫീ എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവാണ്. വലിയൊരു ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെയാണ് എല്ലാവരും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതും അത്രയും ഒരു കോമ്പറ്റീഷൻ വരുന്നതും. അപ്പോൾ നമുക്ക് MBBSൻ്റെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ ഫീ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഫീ എന്ന് പറയുന്നത് ട്യൂഷൻ ഫീ ആണ്. 23,150 രൂപയാണ് ട്യൂഷൻ ഫീ ഇനത്തിൽ വരുന്നത്. അത് എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും ഈ ഒരു സെയിം എമൗണ്ട് ആയിരിക്കും ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത്. ഈ ഒരു ഫീസ് നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെ എല്ലാ വർഷവും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത വരുന്നതാണ് കോഷൻ ഡെപ്പോസിറ്റ്, മിസ്സലേനിയസ് ഫീ, ലൈബ്രറി ഫീ, യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീ. ഇതെല്ലാം നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്ന ആ ഒരു ദിവസമാണ് അടയ്ക്കേണ്ടത്. കോഷൻ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 2,320 രൂപയാണ്. അതുപോലെ തന്നെ മിസ്സലേനിയസ് ഫീ വരുന്നത് 1,740 രൂപയാണ്. ലൈബ്രറി ഫീ വരുന്നത് 2,000 രൂപയാണ്. നമുക്ക് കോളേജിലെ ലൈബ്രറി ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീ അത് 2,520 രൂപയാണ്. പിന്നെ അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അഡ്മിഷൻ ഫീ ഒരു 250 രൂപ നമ്മൾ അടയ്ക്കേണ്ടി വരും. പിന്നെ വരുന്നത് PTA ഫണ്ട്. ഓരോ കോളേജിലും ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ കോളേജിൽ ഏകദേശം 10,000 രൂപയോളമായിരുന്നു PTA ഫണ്ട് വന്നിരുന്നത്. അതേസമയത്ത് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവിടെ അവർക്ക് 13,000 രൂപയായിരുന്നു. അപ്പോൾ ഓരോ മെഡിക്കൽ കോളേജിലും ഈ ഒരു PTA ഫണ്ട് ചെറിയ വേരിയേഷനൊക്കെ വരും. അപ്പോൾ ഈ പറഞ്ഞ കോഷൻ ഡെപ്പോസിറ്റ്, മിസലേനിയസ് ഫീ, ലൈബ്രറി ഫീ, അതുപോലെ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീ, പിന്നെ PTA ഫണ്ട്, അഡ്മിഷൻ ഫീ, ഇതെല്ലാം നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വരുന്ന ആ ഒരു ദിവസം അടയ്ക്കേണ്ട ഫീ ആണ്. നമുക്ക് എല്ലാ വർഷവും അടയ്ക്കേണ്ടതില്ല, ഒരു പ്രാവശ്യം മാത്രം അടച്ചാൽ മതി. പിന്നെ വരുന്നത് എക്സാം ഫീ വരുന്നത് 3,500 രൂപയാണ്. നമുക്ക് എല്ലാ വർഷവും യൂണിവേഴ്സിറ്റി എക്സാം കാണും. അപ്പോൾ ആ ഒരു എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് 3,500 രൂപ നമ്മൾ എക്സാം ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ വരുന്നത് ഹോസ്റ്റൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫീ എന്ന് പറഞ്ഞിട്ട് ഒരു 6,000 രൂപ നമ്മൾ എല്ലാ വർഷവും കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് എല്ലാവർക്കും കൊടുക്കേണ്ടി വരത്തില്ല, ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് മാത്രം കൊടുക്കാനുള്ള ഫീ ആണ് ഹോസ്റ്റൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ചിലർ വീട്ടിൽ നിന്ന് പോയി വന്ന് നിൽക്കുന്ന ഡേ സ്കോളേഴ്സ് ഉണ്ടായിരിക്കും, അപ്പോൾ അവർക്ക് ഈ ഒരു ഫീ കൊടുക്കേണ്ടി വരത്തില്ല. പിന്നെ വരുന്നത് മെസ് ഫീ, അതും ഓരോ കോളേജിലും ഡിഫറൻ്റ് ആയിരിക്കും. നമ്മുടെ ഹോസ്റ്റലിൽ മെസ്സൊക്കെ നടത്തുന്നത് പുറത്തുനിന്നുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് ഒരു ദിവസം 100 രൂപയായിരുന്നു, പക്ഷേ ഇപ്പം അത് 115 രൂപയാണ്. അപ്പോൾ ഒരു മാസത്തേക്ക് ഏകദേശം ഒരു 3,500 4,000 രൂപയൊക്കെ ആയിരിക്കും മെസ് ഫീ വരുന്നത്. മെസ്സിൽ നമുക്ക് രാവിലെ ഫുഡ് കാണും, ഉച്ചയ്ക്ക് കാണും, അതുപോലെ തന്നെ വൈകിട്ട് ചായയും കടിയും കാണും, പിന്നെ രാത്രി ഡിന്നറും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്തെ ഫുഡ് മാത്രം കട്ട് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ നമുക്ക് പൈസ കുറച്ച് കിട്ടത്തില്ല. അത് ഓരോ ഹോസ്റ്റലിലും റൂള് അനുസരിച്ചിരിക്കും. നമ്മുടെ ഇവിടുത്തെ റൂള് നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് കട്ട് ചെയ്യാം, 1, 2, 3 ദിവസം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ദിവസം എന്ന് വെച്ചാൽ മെസ്സ് കട്ട് ചെയ്യാം. അപ്പം നമ്മൾ കട്ട് ചെയ്ത ദിവസത്തെ പൈസ കുറയ്ക്കും. നമ്മൾ എത്ര ദിവസമാണ് മെസ്സിനായിട്ടുള്ളത് അത്രയും ദിവസത്തെ പൈസ മാത്രമായിരിക്കും നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. ഇത്രയാണ് നമുക്ക് കൊടുക്കേണ്ടി വരുന്ന ഫീ എന്ന് പറയുന്നത്. അതിൽ അഡ്മിഷൻ സമയത്ത് മാത്രം കൊടുക്കേണ്ടി വരുന്ന ഫീസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ വരുന്ന ഈ ഒരു കോഴ്സ് ഫീ, എക്സാം ഫീ, ഹോസ്റ്റൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്
ഫീ, മെസ് ഫീ ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെ എല്ലാ വർഷവും നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഹോസ്റ്റലിലെ മെസ് ഫീ മാത്രം എടുത്താൽ നമുക്ക് ഒരു വർഷത്തേക്ക് ഏകദേശം 42,000 രൂപയോളം മെസ്സിൽ കൊടുക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാ ഫീസും കൂടി ആഡ് ചെയ്ത് മെസ് ഫീയും കൂടി ഉൾപ്പെടുത്തി ഏകദേശം 80,000 രൂപയോളം ആയിരിക്കും ഒരു വർഷത്തേക്ക് നമുക്ക് ചിലവ് വരുന്നത്. 4 വർഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4 ലക്ഷം രൂപയോളം നമുക്ക് ഈ ഒരു MBBS കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് ചിലവാകുന്നുണ്ട്. 4 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ എമൗണ്ട് തന്നെയാണ്. പക്ഷേ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളോട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പൈസ എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഒരു വർഷത്തെ ട്യൂഷൻ ഫീ മാത്രം 8 ലക്ഷം രൂപയാണ് വരുന്നത്, സ്പെഷ്യൽ ഫീ കൂടാതെ. നമുക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ ടോട്ടൽ 4 ലക്ഷം രൂപ ആവുന്നുള്ളൂ. അതായത് അവർ ഒരു വർഷം കൊടുക്കുന്ന കോഴ്സ് ഫീൻ്റെ പകുതി പൈസ മാത്രമേ നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൽ ചിലവാകുന്നുള്ളൂ. അപ്പോൾ അത്രയും ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണ് ഈ ഒരു പ്രൈവറ്റിലെയും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെയും ഫീസ് സ്ട്രക്ചറിൽ വരുന്നത്. പക്ഷേ അതേസമയം എയിംസ്, ജിപ്മർ പോലുള്ള ടോപ്പ് മെഡിക്കൽ കോളേജുകൾ എടുക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് ഈ ഒരു കോളേജുകളിലേക്കൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നത്. ഇത്തരം മെഡിക്കൽ കോളേജുകളിൽ ഒരു വർഷത്തെ ടോട്ടൽ ഫീ എന്ന് പറയുന്ന 1,600 രൂപ, വെറും 1,600 രൂപ മാത്രമേ ചിലവാകുന്നുള്ളൂ. അവിടുത്തെ രജിസ്ട്രേഷൻ ഫീ വരുന്നത് വെറും 25 രൂപയാണ്. അതുപോലെ തന്നെ കോഷൻ ഡിപ്പോസിറ്റ് വരുന്നത് 100 രൂപ, പിന്നെ ട്യൂഷൻ ഫീ വരുന്നത് 1,330 രൂപ. അങ്ങനെ വളരെ കുറഞ്ഞ ഫീസ് മാത്രമേ എയിംസ്, ജിപ്മർ പോലുള്ള മെഡിക്കൽ കോളേജുകളിൽ വരുന്നുള്ളൂ. പക്ഷേ അവിടെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ അത്രയും ഹൈ മാർക്കും അത്രയും നല്ലൊരു റാങ്കും വേണം. അപ്പോൾ അത്രയും നല്ല മാർക്കൊക്കെ ഉള്ള കുട്ടികൾക്കായിരിക്കും എയിംസ്, ജിപ്മർ പോലുള്ള മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും കുറഞ്ഞ ചിലവിൽ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. അപ്പോൾ അത്രയും ഹയസ്റ്റ് ആയിട്ടുള്ള മാർക്കൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇത്രയും കുറഞ്ഞ ചിലവിൽ എയിംസ്, ജിപ്മർ പോലുള്ള മെഡിക്കൽ കോളേജുകളിൽ പഠിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഈ പറഞ്ഞതെല്ലാം അക്കാഡമിക്കലി വരുന്ന ഫീൻ്റെ കാര്യം മാത്രമാണ്. അത് മാത്രമല്ലാതെ നമ്മളിപ്പോൾ ഒരു പുതിയ കോഴ്സിനെ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ, നമ്മൾ പുതിയ ഹോസ്റ്റലിലേക്ക് നിൽക്കാൻ പോകുമ്പോൾ അവിടെ നമ്മുടേതായിട്ട് കുറച്ച് ചിലവും കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഹോസ്റ്റലിൽ തന്നെ ഹോസ്റ്റൽ എസെൻഷ്യലായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കേണ്ടി വരും. പിന്നെ കോഴ്സിന് നമ്മൾ മെയിനായിട്ടും MBBS, BDS കോഴ്സുകൾക്കൊക്കെ നമുക്കിപ്പോൾ ഒരു വൈറ്റ് കോട്ട് വേണം, സ്റ്റഡ് വേണം. സ്റ്റഡിനൊക്കെ 500 രൂപ മുതൽ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലരൊക്കെ ലിറ്റ്മാൻ്റെ സ്റ്റഡ് യൂസ് ചെയ്യുന്നവരുണ്ട്. ലിറ്റ്മാൻ്റെ സ്റ്റഡിനൊക്കെ ഏകദേശം 15,000 രൂപയോളം റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കാം. പിന്നെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്റ്റേഷനറി കാര്യങ്ങൾ, ബുക്സ്, പെൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും നമ്മൾ എല്ലാ വർഷത്തെയും ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിക്കണം. പിന്നെ സീനിയേഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ പുതുതായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം 15,000 രൂപയോളം നമുക്ക് ടെക്സ്റ്റ് ബുക്കിന് റേറ്റ് വരുന്നുണ്ട്. ഓരോ ടെക്സ്റ്റ് ബുക്കിനും 1000-ന് പുറത്താണ് റേറ്റ് ആവുന്നത്. അപ്പോൾ എല്ലാ വർഷവും ടെക്സ്റ്റ് ബുക്കിന് അത്രയും റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കോളേജിലെ യൂണിയൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്ക് പൈസ കൊടുത്തിട്ട് വേണം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാൻ. പിന്നെ ഐപാഡ് യൂസ് ചെയ്യുന്നവരുണ്ട്, ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കാം. അതെല്ലാം നിർബന്ധമല്ല, എല്ലാവരുടെ കയ്യിലും ലാപ്ടോപ്പൊന്നും ഇല്ല. പക്ഷേ ഈ ഒരു ഐപാഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ഒക്കെ അതിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുന്ന പൈസയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കാം. പിന്നെ ഓരോ വർഷവും ഫസ്റ്റ് ഇയർ ആയിക്കോട്ടെ, സെക്കൻഡ് ഇയർ ആയിക്കോട്ടെ, തേർഡ് ഇയർ ആയിക്കോട്ടെ നമുക്ക് പ്രാക്ടിക്കലും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലോഗ് ബുക്ക്, റെക്കോർഡ് ഒക്കെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് നമ്മൾ തന്നെ പൈസ കൊടുത്ത് വേണം വാങ്ങിക്കാൻ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ SC, ST, OEC കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ അക്കാഡമിക്കലി ഞാൻ പറഞ്ഞ ഫീസൊന്നും കൊടുക്കേണ്ടി വരത്തില്ല, അതെല്ലാം ഫ്രീ ആണ്. പിന്നെ മെസ്സിൽ നമ്മൾ എല്ലാ മാസവും പൈസ കൊടുക്കേണ്ടി വരും. അത് ഗ്രാൻസ്, സ്കോളർഷിപ്പ് വഴിയൊക്കെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. അതല്ലാതെ വരുന്ന ഫീസൊന്നും കൊടുക്കേണ്ടി വരത്തില്ല. അതിപ്പം പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, ഈ ഒരു കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് ഈ ഒരു ഫീസ് എല്ലാം ഫ്രീ ആണ്. ഇനി നമുക്ക് BDS കോഴ്സിൻ്റെ ഫീസ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും ട്യൂഷൻ ഫീയിൽ മാത്രമേ ആ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. ട്യൂഷൻ ഫീ വരുന്നത് 20,840 രൂപയാണ്. ബാക്കിയുള്ള കോഷൻ ഡിപ്പോസിറ്റ്, മിസലേനിയസ് ഫീ അതെല്ലാം നമ്മൾ MBBSൻ്റെ പറഞ്ഞതുപോലെ തന്നെ സെയിം ആണ്. അപ്പോൾ ട്യൂഷൻ ഫീ വന്നിട്ട് 20,840 രൂപയാണ് BDS, ഗവൺമെൻറ് BDSൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഫീ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്, കർണാടക, ആന്ധ്ര പോലുള്ള സ്റ്റേറ്റുകളിലെ ഗവൺമെൻറ് ഫീ സ്ട്രക്ചർ കൂടി നോക്കാം. തമിഴ്നാട് നമുക്ക് ഗവൺമെൻറ് MBBSന് ഫീ വരുന്നത് 13,610 രൂപയാണ് വരുന്നത്. അതിപ്പോൾ കർണാടക ആണെങ്കിൽ നമുക്ക് ഗവൺമെൻറ് MBBS ഒരു വർഷത്തെ ട്യൂഷൻ ഫീ വരുന്നത് 50,000 രൂപയാണ്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ ഒരു വർഷത്തെ ഗവൺമെൻറ് MBBS ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് 10,000 മുതൽ 20,000 വരെ ആയിരിക്കും. അപ്പോൾ ഗവൺമെൻറ് MBBSൻ്റെ ട്യൂഷൻ ഫീ എന്ന് പറയുന്ന ഓരോ സ്റ്റേറ്റിലും അതെന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സ്റ്റേറ്റ് എടുത്താൽ അതിൽ എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും, നമ്മുടെ കേരളത്തിലാണെങ്കിൽ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെയും ആ ഒരു കോഴ്സ് ഫീ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പക്ഷേ ഈ ഒരു ഫീ ഓരോ സ്റ്റേറ്റിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഈ എല്ലാ സ്റ്റേറ്റിലെയും ഫീ സ്ട്രക്ചറൊക്കെ നോക്കി വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ ഒരു കോളേജ് പ്രയോറിറ്റി ലിസ്റ്റൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊന്നും പരിശോധിക്കാതെ തോന്നിയ പോലെയൊന്നും ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കരുത്. എല്ലാ സ്റ്റേറ്റിലെയും ഫീ സ്ട്രക്ചർ പരിശോധിച്ച് വളരെ കൃത്യതയോടുകൂടി പ്രയോറിറ്റി ലിസ്റ്റൊക്കെ തയ്യാറാക്കി ഇപ്പോഴേ നിങ്ങൾ വെക്കണം. എന്നിട്ട് വേണം ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഗവൺമെൻറ് MBBS, BDS
BDS കോഴ്സുകളുടെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് MBBS BDS കോഴ്സുകൾ ജോയിൻ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ അഡ്മിഷൻ റിലേറ്റഡ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാം. അപ്പോൾ പുതിയ വിശേഷമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.